കൂത്തുമാടങ്ങൾ എന്ന് പറയപ്പെടുന്ന കൂത്തമ്പലങ്ങൾ, പാവകളി തിയേറ്ററുകൾ ഇപ്പോഴും കേരളത്തിൽ ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കാലഘട്ടങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ അവസാന ദിവസമായിരിക്കും പൂരം ഉത്സവം. ഈ മധ്യ കേരളത്തിൽ തോൽപ്പാവക്കൂത്തില്ലാതെ പൂരം ഉത്സവങ്ങൾ നടക്കാറില്ല. അപ്പം തോൽപ്പാവക്കൂത്തിനാണ് പ്രാധാന്യം. ഇത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ദൃശ്യശ്രവ്യ കലാരൂപം കൂടിയാണ്. അതായത് മനുഷ്യൻ എന്ന് നിഴലിന്റെ സാധ്യതകൾ കണ്ടെത്തിയോ അത്രയും വർഷം പഴക്കമുള്ള ഒരു കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. ആ ശാന്തിക്കാർ കൊളുത്തിയ വിളക്കാണ് ദേവി ചൈതന്യം എന്ന സങ്കല്പത്തോടുകൂടി ദേവി നാട്ടുകാരുടെയും ആ ദേശക്കാരുടെയും എല്ലാ അകമ്പടിയോടുകൂടി കമലത്തിൽ വിളങ്ങും സരസ്വതി, പുസ്തകം ധരിച്ചിടും സരസ്വതി, വിമല പാപത്തിക്കൊരു വിരാഗിയ ലോകമായേ. പിൽക്കാലത്ത് ഈ പുരാണം പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. കഥാനായകനോ ശ്രീരാമൻ. മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ സ്നേഹവും സ്വഭാവഗുണവുമുള്ള ഒരു നല്ല മനുഷ്യനും രാജാവുമായിരുന്നു. ും കരുണ ബഹുവിദ്യ വരുന്നുതാൻ വന്നവരത കമ്പക്കടകരി രുളിയ തമിഴോദിയ ഷൺമുഖനേ അണ്ടത്തേവകളി കൈതൊഴുകിയ പോയി വിടുവോ അയ്യേ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സംഭവമെടുത്ത് ഈ ലോകത്തിൽ സ്ഥലഹാദികളായ
മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാതിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ നിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാതിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടം ഉണർത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാതിദേവന്മാരെ, ഭൂമിദേവി രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീമാരായി പോയി നാരായണ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? അദ്ദേഹം ശിവബ്രഹ്മാദിദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവിവർത്ത